ആദ്യം കൊടുക്കുക എന്ന എന്തോ മെച്ചം. എല്ലാ വീട്ടിലും 8 TV ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയും. ഈ കേരളത്തിലുള്ള എല്ലാ ചാനലുകളും വെച്ചുകൊണ്ടിരിക്കുന്ന TV ഒരു വീട്ടിലില്ലല്ലോ. ആദ്യം കൊടുത്തോ രണ്ടാമത് കൊടുത്തോ എന്നുള്ളതല്ല, ആള് മരിച്ചോ എന്നുള്ളതാണല്ലോ പ്രശ്നം. വൺ സൈഡിലൂടെ കാണുന്ന ഒറ്റക്കണ്ണന്മാരുടെ ഒരു ലോകം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ആളെയോ വ്യക്തി അങ്ങനെ വിമർശിച്ചാൽ അത് പ്രശ്നമാവുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇടപെടേണ്ട സാഹചര്യം ഒരു പരിപാടി അവസാനിപ്പിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടല്ലേ മധുവിന് ആള് വരുന്നത് ഇന്റർവ്യൂവിന്. ആണേ ചാനൽ നമുക്ക് അളക്കാൻ പറ്റും. ഇപ്പൊ ഇപ്പൊ 9 മണി ചർച്ച എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് ആണവ യുദ്ധം ഉണ്ടായാൽ PC ജോർജിനെ വിളിക്കുന്ന ഒരു ലൈനിലേക്ക് അതിനെ മാറ്റി. അതാണ്. ഗമ്മില് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു പ്രധാന കഥാപാത്രം. നമസ്കാരം, ന്യൂസ് അറ്റ് ഹൗസിന്റെ ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് കൂടിയ സന്തോഷമുള്ള ദിവസമാണ്. എല്ലാ ദിവസവും സന്തോഷമാണ്, നിങ്ങൾക്ക് അറിയാലോ, നമ്മളെപ്പോഴും സന്തോഷത്തിലാണ്. ഇന്നത്തെ അതിഥി അതിൽ കൂടുതൽ സന്തോഷം എനിക്ക് നൽകുന്ന ഒരു അതിഥിയാണ്. മാധ്യമപ്രവർത്തകൻ ജോർജ് പുളിക്കനാണ് ഇന്ന് അതിഥി. സ്വാഗതം പുളിക്കട്ട. നമസ്കാരം. എന്തുണ്ട്? നമ്മളൊരു പ്രത്യേക സെറ്റപ്പിൽ ഇങ്ങനെ അതെ അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകാന്നാണ് ഇങ്ങനെ ഒരു ടോക്ക് ഷോ എന്നുള്ള പരിപാടി തുടങ്ങിയത്. അപ്പോഴാണ് 10-30 കൊല്ലത്തോളം നീളുന്ന മാധ്യമപ്രവർത്തന മേഖലയിലെ പരിചയം. ഒരു 35 പറയാം. എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ആദരിക്കുന്ന ഇപ്പം MT മുതൽ ഉള്ള പത്രാധിപരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുളിക്കേട്ടൻ്റെ അനുഭവം കുറച്ചും കൂടിയും ഈ കാലത്ത് പ്രസക്താണെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, ഈ മാധ്യമപ്രവർത്തനം എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ മാധ്യമപ്രവർത്തനം പല നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഈ പണ്ടത്തെ എല്ലാം നല്ലത് ഇപ്പോഴത്തെ മോശം എന്നുള്ള വക്താവല്ല, പുളിക്കേട്ടനും അങ്ങനത്തെ ആളല്ല എനിക്കറിയാം. അപ്പോൾ പക്ഷേ എന്നാൽ പോലും നമ്മൾ ചില സമയത്തൊന്നും വരച്ച് നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാലും നമുക്കൊരു യാത്ര നടത്താമെന്നുള്ളതാണ് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിച്ചത്. ഏത് ഘട്ടത്തിലാണ് പുളിക്കേട്ടൻ മാധ്യമപ്രവർത്തനം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? മധു, ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ എല്ലാ, ഒരുപക്ഷെ ഞങ്ങളുടെ ഉള്ള ആ തലമുറ, അതിനുശേഷം മധുവിൻ്റെ തലമുറയൊക്കെ വരെ ഒരു പത്രവായനയുടെ അല്ലെങ്കിൽ വായനയുടെ, പുസ്തക വായനയുടെ ക്യാമ്പസുകളുടെ ഒരു വായനാ ലോകം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ കലാവുമതിയിൽ വന്നിരുന്ന കൃഷ്ണനായർ സാറിൻ്റെ കോളവും മാതൃഭൂമിയിലെ കഥകളും ഒക്കെ വായിച്ചില്ലെങ്കിൽ തലയ്ക്ക് കിഴിക്കിയിരുന്ന അധ്യാപകരുള്ള കോളേജായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു അത്തരത്തിൽ നയിക്കുന്ന അപൂർവം പേരെ നമ്മുടെ മുന്നിലുള്ളല്ലോ. അപ്പൊ അങ്ങനെ ഒരു വായന. പിന്നെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ പത്രവായന നിർബന്ധമായിരുന്നു. നിർബന്ധം വെച്ചാൽ അടിച്ചു വായിപ്പിക്കുക നിർബന്ധം. പക്ഷെ നമ്മൾ അറിയാതെ ചേട്ടനും അച്ഛനും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ അതങ്ങനെ വായിച്ച് അതിലേക്കുള്ളൊരു വായന ഒരു വലിയ എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം, പഠിക്കണം എന്നുള്ളത് ഒരു വലിയ നിർബന്ധമുള്ള വീടായിരുന്നില്ല. പക്ഷെ വായിക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങളും വായിച്ചത്രയും പുസ്തകം ഞാൻ ഇപ്പോഴും വായിച്ചിട്ടില്ല. അതുപോലെ വായന. അപ്പൊ ആ ഒരു ടേസ്റ്റിൽ നിന്നാണ് എനിക്ക് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ മീഡിയ അക്കാഡമി, അന്ന് കേരള പ്രസ് അക്കാഡമിയാണ്, അവിടെ ഈവനിങ് കോഴ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഗോപകുമാർ എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആപ്ലിക്കേഷൻ കൊടുപ്പിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ അതിൽ ചേർന്ന് സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് ആണ് ഞാൻ MA പോകുന്നത്. MA കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 92 ജൂൺ 1 മാതൃഭൂമി ദിനപത്രത്തിലാണ് ജോലി കിട്ടുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. മാതൃഭൂമിയിൽ ചേർന്ന ഉടനെ ഡെസ്കിലായിരുന്നു, ബ്യൂറോയിലാണ്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അധികവും ഡെസ്കിൽ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ വളരെ കുറച്ച് നാളെ ബ്യൂറോയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു ജോയിൻ ചെയ്ത്, ട്രെയിനി ആയിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണങ്ങളിലേക്ക് പോയി. വിദ്യാരംഗം, സക്സസ് എന്നൊക്കെ പറഞ്ഞ അന്ന് SLC കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അതിൽ പോയി. അതിൽ കഴിഞ്ഞിട്ട് ഒരുപക്ഷെ അതിന് വിശ്വസിക്കാൻ പോലും പറ്റില്ല, ഞാൻ ഒരു വർഷം ബാലഭൂമിയിലും ജോലി ചെയ്തു. പിന്നീട് പത്രത്തിലായിരുന്നു അധികം. കാരണം രാഷ്ട്രീയവും അതിന്റെ വായനയുമായിരുന്നു എനിക്ക് അധികം ഉണ്ടായിരുന്നു. അപ്പൊ സ്ഥാപനവും എന്നോട് രാഷ്ട്രീയം നോക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഡെസ്കിലായിരുന്നു, പക്ഷെ അധികം ഇലക്ഷൻ ഡെസ്കുകൾ അങ്ങനെയൊക്കെ ഒരു കവർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ ബ്യൂറോ എന്ന് പറയുന്നത് ചില പരമ്പരകളും അങ്ങനെയുള്ളതൊക്കെ ചെയ്തിട്ടുള്ള അപേക്ഷിച്ച് ബാക്കിയെല്ലാം ഡെസ്കിലായിരുന്നു. ബ്യൂറോയിൽ അധികം നല്ല ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. ഈ ആ കാലത്തെ അനുഭവങ്ങളിൽ ഇപ്പം നമുക്കിപ്പം മലയാളിക്ക് പുളിക്കേട്ടനെ അറിയുന്ന കൂടുതലൊരു സറ്റയറിസ്റ്റ് എന്നുള്ള ആൾക്കാണ്. സറ്റയർ പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഈ മാതൃഭൂമിയിലെ നീണ്ട പത്രത്തിലെ അനുഭവം ഉണ്ടല്ലോ, അതിൽ എനിക്ക് കുറച്ച് വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളത് MTയുടെ കൂടെ താങ്കൾ കുറച്ചു നേരം വർക്ക് ചെയ്ത പുളിക്കേട്ടൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകർ കൂടി അത് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം MTയുടെ പത്രാധിപ കാലത്തെക്കുറിച്ച് എടുത്താൽ പൊങ്ങാത്ത അത്രയും വലിയ അനുഭവങ്ങൾ ഇറങ്ങിയ ഒരു പുസ്തകം തന്നെയുള്ള കാലം. അതെ. അത് എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും ഇപ്പൊ പറ്റാത്തൊരവസ്ഥയിലാണ്
MT-യുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ബാലഭൂമി അന്ന് പ്രസിദ്ധീകരണങ്ങളുടെ എല്ലാ എഡിറ്റർ മാതൃഭൂമിയില് MT-യാണ്. അപ്പോൾ ഞാൻ ഈ വിദ്യാരംഗമൊക്കെ കഴിഞ്ഞ് വിദ്യാരംഗത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നെ പെട്ടെന്ന് ഈ ബാലഭൂമിയിലേക്ക് വിളിക്കുന്നത്. അന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഉണ്ടായിരുന്നത് വി രാജഗോപാലും, അതിനറിയാം ഒളിമ്പ്യൻ എന്നൊക്കെയാണ്. അപ്പൊ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ നീ ഇങ്ങോട്ട് വാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ബാലഭൂമി അതുമായിട്ട് ഒരു ബന്ധവുമില്ല, അന്നല്ല നീ വാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അന്ന് മനോരമയിൽ നിന്ന് വന്ന KS രാമനായിരുന്നു ബാലരമയുടെ എഡിറ്റോറിയൽ ബോർഡിൽ ഉണ്ടായിരുന്ന KS രാമനാണ് ബാലഭൂമിയുടെ എഡിറ്ററായിട്ട് വരുന്നത്. പിന്നെ ഒരു സ്റ്റാഫായിട്ട് വരുന്നത് ഞാനായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പൊ അന്ന് MT-ആണ് എഡിറ്റർ, മനസ്സിലായി. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞാണ് ഒരു ലക്കം ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് MT-യുടെ കൂടെ. അപ്പൊ എൻ്റെ ഒരു പരിമിതി അപ്പോഴും ഈ നമ്മളുടെ വായനയും ലോകവും ഒക്കെ കുറച്ചുകൂടെ മുതിർന്ന രാഷ്ട്രീയവും സാഹിത്യവും ഒക്കെ വായിച്ചു വരുന്നു. പക്ഷെ ഈ കുട്ടികളുടെ സാഹിത്യമായിട്ട് നമ്മൾ വല്ലതും വായിക്കുന്നു, അങ്ങനെയുള്ള സാധനങ്ങൾ വായിച്ചിട്ടുണ്ടെന്നുള്ള കഴിഞ്ഞ് ആ രീതിയിലൊരു എഴുത്ത് തന്നെ എപ്പോഴും പ്രശ്നമായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു വർഷം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടാവും. ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം എഴുതി, ബാലഭൂമിയിലൊന്നും എഴുതിയിട്ടില്ല. അന്ന് വീക്കിലിയിലും അന്നാണ് മറുമൊഴി എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടായിരുന്നു ഇവിടെ ചിത്രഭൂമിയിൽ. അതൊക്കെ ചെയ്യുന്നതൊക്കെ അതൊക്കെ പുസ്തകമായത്. അതാണ് എരുമ്പുളി എന്ന് പറഞ്ഞൊരു പുസ്തകമായിരുന്നു. അപ്പോ അങ്ങനെ അപ്പൊ MT നമ്മളോട് അങ്ങനെ ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ അന്ന് ഞങ്ങളുടെ മുകളിൽ തൊട്ട് താഴെ MT-ക്ക് തൊട്ട് താഴെ സഹദേവൻ ചേട്ടനായിരുന്നു. സഹദേവേട്ടൻ മരിച്ചുവല്ല, അറിയാലോ. സഹദേവേട്ടനായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു മെന്റർ, ഈ യങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു മെന്ററും കൂടിയായിരുന്നു. അപ്പൊ സഹദേവേട്ടന് അപ്പൊ അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും അവസാനം ഞാൻ രാമനോട് പറയാണ് എനിക്ക് ഇങ്ങനെ ബാല സാഹിത്യം എഴുതാം, ഒരു രക്ഷയില്ല രാമൻ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ രാമനും അറിയാം ഞാനൊന്നും ചെയ്യുന്നില്ല എന്നറിയാം. അപ്പൊ അങ്ങനെ അവസാനം എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം പുള്ളിക്കാൻ MT-യെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ MT-യുടെ മുമ്പിൽ പോവാണ്. അപ്പൊ MT-ക്ക് എന്നെ അറിയാം, ഈ MT ഇത് എല്ലാത്തിന്റെയും പ്രസിദ്ധീകരണമായതുകൊണ്ട് ഞാൻ എഴുതുന്നതൊക്കെ വായിക്കും, അങ്ങനെയൊക്കെ അറിയാവുന്നതൊക്കെ കുഞ്ഞ് കാണുമ്പോൾ ഒന്ന് MT-യുടെ ചിരിയൊക്കെ അറിയാമല്ലോ, ആ വളരെ പരിമിതമായ ചിരികൾ അങ്ങനെയൊക്കെ അല്ല. MT-യുടെ മുമ്പിൽ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ MT-യോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ MT ചെന്നപ്പോഴത്തേക്കും MT-യുടെ ശീലങ്ങളൊക്കെ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി പെറുക്കി അങ്ങനെയൊന്നും MT-ക്കില്ല. MT-യുടെ ഫ്രണ്ടില് കടലാസ് കൂട്ടങ്ങളും എഴുത്തും ഈ കൃതികളൊക്കെ വരുമല്ലോ വീക്കിലിയിലേക്കുള്ള, അതെല്ലാം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ MT അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ MT-യോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാ ആക്ഷനാണല്ലോ അത് പറയാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ബാലസാഹിത്യം പറ്റുന്നില്ല, ഞാൻ ഇതിലൂടെ രാഷ്ട്രീയവും ഇതൊക്കെ എഴുതാനൊക്കെ താല്പര്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം കേട്ടു. ഞാനൊരു 10 മിനിറ്റോളം സംസാരിച്ചു. പുള്ളി എല്ലാം കേട്ടു, മറുപടി ആയിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോഴത്തെ മാനേജിങ് എഡിറ്റർ PV ചന്ദ്രനാണ്. ചന്ദ്രേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു, ചന്ദ്രേട്ടനോട് പറയുന്നു പുള്ളിക്കിന് ബാലഭൂമി പറ്റില്ല എന്നാണ് പറയുന്നത്. അവിടെ തീർന്നു സംഭാഷണം. അപ്പൊ ഞാൻ പൊക്കോട്ടെ, അപ്പോഴും തലയാട്ടി പൊക്കോളാൻ പറഞ്ഞു പോകുന്നു. പക്ഷെ പിറ്റേ ആഴ്ച എനിക്ക് ഓർഡർ വന്നു, ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആണ് ഞാൻ MT ആയിട്ടുള്ള കാലം. പിന്നെ MT ഈ പറഞ്ഞ പോലെ സഹദേവന്റെ ഇടയ്ക്ക് എന്നോട് ഒന്ന് പറയടാ നിന്റെ മറുമൊഴി വായിച്ചിരുന്നു MTക്ക് ഇഷ്ടമായി, ഇങ്ങനെയുള്ള ഇതൊക്കെ പറയും എന്നോട്. അല്ലാതെ ഒരു അത് MT-യുടെ അല്ല, നമ്മൾക്കും ഈ പറഞ്ഞ ഏതോ ഒരു വലിയ മനുഷ്യന് അടുക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല നമുക്കിപ്പോ, അത് നമുക്കുണ്ടാവും. അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ MT എനിക്കറിയാം, എന്റെ സഹപ്രവർത്തകർ പലരും MT പുസ്തകങ്ങൾ കൊടുക്കുകയും പുസ്തകം അവര് വാങ്ങി വായിക്കുകയും അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളൊക്കെ അതൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് അങ്ങനെ വരാറില്ല, ഉണ്ടാകാറില്ല എന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അറിയാം, എല്ലാവരും എഴുതുന്ന വായിക്കും, എല്ലാം കാണും, അതൊക്കെ പറയും. അപ്പൊ സഹദേവേട്ടൻ വഴിയാണ് MT-യുടെ ഇത്തരത്തിലുള്ള എഡിറ്റർ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. ഓരോ കവിത വരുമ്പോൾ അത് MT എഡിറ്റ് ചെയ്ത കാര്യമൊക്കെ സഹദേവേട്ടൻ എന്ന് പറയും. ഈ ഒരു വാക്ക് വെട്ടിയപ്പോ ആ കവിതയുടെ മൊത്തം മാനം മാറി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ഓർമ്മകളുണ്ട് എനിക്ക് MT ആയിട്ട്. പിന്നെ അവിടുന്ന് പത്രത്തിലേക്ക് തിരിച്ചു വന്ന് നീണ്ടകാലം പത്രത്തിലായിരുന്നു. പിന്നെ പത്രത്തിലായിരുന്നു ഞാൻ 14 വർഷം പത്രത്തിൽ ജോലി ചെയ്തു. പിന്നെ MT ആയിട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോട്ടയത്തെ ലിവിംഗ് ലീഫ് പബ്ലിക്കേഷൻസ് ഇറങ്ങിയ ഒരു പുസ്തകം ഉണ്ടല്ലേ, ഒരു വിത്തിൽ എത്ര ആപ്പിളുണ്ട്, അമതിനും അറിയാലോ. ആ പുസ്തകം റിലീസ് ചെയ്തത് MT ആണ്. അത് ഞാനും അതിന്റെ പത്രാധിപരും എബ്രാം കുര്യനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി, വീട്ടിൽ പോയി അത് റിലീസ് ചെയ്ത്. അപ്പൊ അന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു. ആ ഒരു ഓർമ്മയും കൂടെ ഉണ്ട്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഒരു പുസ്തകം MT റിലീസ് ചെയ്യാന്ന് പറയുന്നതിന്റെ ഒരു ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പത്രത്തിൽ വന്നു. പത്രത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ 14 വർഷത്തിനിടയിൽ 11 തവണ ട്രാൻസ്ഫർ ഉണ്ടായി.
പല യൂണിറ്റുകളിലൊക്കെ ജോലി ചെയ്തു. പക്ഷെ അതെല്ലാം നമ്മുടെ പത്രപ്രവർത്തകൻ എന്നുള്ള ഒരു വളർച്ചയിൽ അതിഭയങ്കരമായി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരു നമുക്കൊരു അന്നൊക്കെ നമുക്ക് ചിലപ്പോൾ വീടുമായിട്ടൊക്കെ തോന്നി വിഷമമുണ്ടെങ്കിലും, പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത്തരം ട്രാൻസ്ഫറുകളൊക്കെ നമ്മളെ ഭയങ്കരമായി വളർത്തിയിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്കിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ നേട്ടമാണ്. അത് എഴുതുക, അങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പത്രപ്രവർത്തനത്തില് വലിയ സഹായമാവുന്ന ഒന്നിലധികം പുസ്തകം പുള്ളിക്കാട്ടുണ്ട്. അതെ അതെ അതെ. അല്ല, അതൊക്കെ അതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. നമ്മള് പല രീതിയിൽ വായിച്ചു പോകാൻ. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന പുസ്തകങ്ങളും രാഷ്ട്രീയ ചരിത്രമാണ് എപ്പോഴും കളക്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് നമുക്ക് എപ്പോഴും ഉപകാരമാണ്. ഇപ്പൊ യൂട്യൂബ് ചാനൽ നടത്തുന്നതിനും അല്ലെങ്കിൽ ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഒരുപാട് കൂട്ടുകാർ വിളിച്ച് ഓരോ സംഭവങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളത് അന്വേഷിച്ച് പോകുന്നതും അങ്ങനെയാണല്ലോ നമ്മൾ വളരുക. എത്ര ഇത് വർഷം പ്രവർത്തിച്ചു എന്നുള്ളതല്ലോ, നമ്മൾ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അയ്യോ അത് ഞാൻ നോട്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ആ പുസ്തകം നോക്കണം. ഇങ്ങനെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് എനിക്ക്. നമ്മുടെ എഴുത്തിലൊക്കെ വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിലെ തമാശ ശേഖരിക്കുന്നതിനുള്ള പ്രത്യേകമായ അതെന്ന് വെച്ചാല് ഈ പത്രവായനയോടൊപ്പം അന്ന് പിന്നെ എൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു. അത് വീട്ടിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ് നിയമസഭാ അവലോകനങ്ങൾ പത്രങ്ങളിൽ വായിക്കുക എന്നുള്ളത്. അന്ന് നമുക്കറിയാലോ, ചുമ്മാർ സാറൊക്കെ എഴുതിയിരുന്ന കാലമാണ്. ശ്രീലൻ, KR ചുമ്മാറൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിനെ വേറൊരു തലത്തിൽ. അപ്പൊ ചുമ്മാർ സാറിന്റെ കോളത്തിനുള്ള ഒരു പ്രത്യേകത വെച്ചാല് ഭയങ്കര ചരിത്രവും കൂടി ഉണ്ടാവും. അദ്ദേഹം RSPയുടെ വലിയ നേതാവൊക്കെ ആയിരുന്നുകൊണ്ട് പഴയകാല ചരിത്രങ്ങളൊക്കെ ഇതിൽ ലിങ്ക് ചെയ്ത് പോകും. വെറുതെ തമാശ എഴുതുന്നതിനപ്പുറം അതും ഇതുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു വായന നമ്മൾ ഭയങ്കരമായിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയ നമ്മുടെ പുതിയ കാല പത്രങ്ങളിലുള്ള ഇപ്പൊ ദേശാഭിമാനി ആയാലും കേരളകൗമുദി ആയാലും മാതൃഭൂമിയിലെ ഇന്ദ്രനായാലും ഇതൊക്കെ നമുക്ക് പല വേർഷനിലുള്ള ഈ രാഷ്ട്രീയത്തെ പല രീതിയിൽ തമാശ അല്ലെങ്കിൽ അതിന്റെ ഒരു സറ്റയർ, അതിന്റെ അപ്പുറത്തുള്ള കഥകൾ അന്വേഷിക്കാനുള്ള ഒരു, അങ്ങനെയാണ് ഞാൻ ആ പുസ്തകങ്ങളൊക്കെ എഴുതിയതും. കുറെ അന്വേഷിച്ചു പോയിട്ടുണ്ട് പുസ്തകം എഴുതുന്നത്. രാഷ്ട്രീയം എഴുതാൻ ഭയങ്കരമായ ഒരു അന്വേഷണം വേണമല്ലോ, അത് ശരിക്കും നടത്തിയിട്ടുണ്ട് ഞാനത്. പിന്നെ സറ്റയറിസ്റ്റ് ആവുന്ന എങ്ങനെയാ? സറ്റയറിസ്റ്റ് ഒക്കെ ആകുന്ന ഒരു അത്ഭുതമാണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വായനയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ശരിക്ക് മനോരമയിലെ ചാനലില് ജോലി ചെയ്യുമ്പോൾ പത്രത്തിലൊന്നും ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഈ എന്തെങ്കിലുമൊക്കെ ഈ ഇയർ എൻഡർ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നല്ലാതെ വേറൊന്നും ഈ സറ്റയറായിട്ട് എഴുതിയിട്ടില്ല. മിഡിൽ പീസുകളൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ ഇയർ എൻഡറിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും രാഷ്ട്രീയം, ഒരു വർഷത്തെ രാഷ്ട്രീയം വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതുക, അങ്ങനെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മനോരമ ന്യൂസ് ചാനലിൽ ജോലി ചെയ്യുമ്പോഴത്തേക്കാണ് പിന്നെ ഇന്ത്യ വിഷനിൽ നിന്ന് PT നാസർ പോകുന്നത്. അപ്പൊ മധുവിന് ആ ഒരു ഹിസ്റ്ററി അറിയാലോ. അതായത് നാടകമൂലകമാണ് ആദ്യമായി അത്തരത്തിൽ, ശരിക്കും പറഞ്ഞാൽ സാക്ഷിയാണ് ആദ്യം തുടങ്ങുന്നത്. കൈരളിൽ ഒരു സാക്ഷിയാണ് തുടങ്ങുന്നത്. പക്ഷെ അതിന് റാങ്കർ ഇല്ലായിരുന്നു എന്നുള്ള. അത് കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് സന്തോഷിന്റെ അമൃത ടിവിയിലെ നാടകമൂലം. അപ്പൊ നാടകമൂലമാണ് ഒരു ആങ്കറോട് കൂടി വരുന്നത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. അതല്ലായിരുന്നു, അത് വേറൊരു ചാക്യാരുടെ ഒരു രൂപത്തിൽ നിന്നുള്ള പ്രയോഗങ്ങളായിരുന്നു. അതാണ് PT നാസർ തുടങ്ങിയത് ഇന്ത്യ വിഷനിൽ. PT നാസർ അറിയാലോ, PT നാസർ നമ്മളുമായിട്ടൊന്നും തുല്യം ചെയ്യാൻ പറ്റാത്ത ആളാണ്. വളരെ മുകളിൽ നിൽക്കുന്ന ഒരുപാട് വായനയുള്ള രാഷ്ട്രീയമാണ്. അത് പൊളിറ്റിക്സ് ആയിരുന്നു. അപ്പോൾ PT നാസർ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ മനോരമയിൽ ഇരിക്കുന്നു. അപ്പം എന്നോട് ഇങ്ങനെ നികേഷ് വരാമോ എന്ന് ചോദിച്ചങ്ങനെ ഞാൻ പോകുന്നു. അത് എന്നെ എങ്ങനെയാണ് നികേഷ് അതിലേക്ക് കണ്ടെത്തിയതെന്നൊന്നും എനിക്കറിയില്ല. ഇത് അവതരിപ്പിക്കാൻ പറ്റും അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണ് പെട്ടെന്ന് അതും ചെന്നൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്, അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച തുടങ്ങുകയല്ലേ, നികേഷിന്റെ ഒരു രീതി അതൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി എനിക്ക്, ഞാനിപ്പോ ഫസ്റ്റ് എപ്പിസോഡൊക്കെ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും പുറത്തു പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമുക്കപ്പോ നമ്മൾ ആദ്യമായിട്ട് ക്യാമറയെ കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാധനമല്ല. അപ്പൊ പത്രത്തിൽ ഇരുന്നിട്ട് പുറലോകം കാണുന്നു. അപ്പൊ ആദ്യം ഒരു 1.5 മാസത്തേക്ക് ഭയങ്കര വിമർശനമായിരുന്നു എനിക്ക്. നാസറിന്റെ അടുത്തൊന്നും എത്തുന്നില്ല, അങ്ങനെയൊക്കെയുള്ള. അപ്പൊ നമുക്ക് അതുപോലെ ആക്കിയെടുക്കാനുള്ള നമ്മുടെ ഒരു ശ്രമം ഒക്കെ അത് നമ്മുടെ എഡിറ്റർമാരും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എഡിറ്റർമാരൊക്കെ നമ്മൾ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പതുക്കെ ട്രാക്കിലേക്കൊക്കെ വരുന്നത് നമുക്ക്. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒരു അതിന് നാസർ ഒരു കുറച്ചുകൂടെ ഹാർഡ് കോർ രാഷ്ട്രീയം പറയും. അപ്പം ഞാൻ അതിനെ കുറച്ചുകൂടെ ഈ ലൈറ്റാക്കി കൊണ്ടുവന്നു. ഒരുപക്ഷെ നമ്മുടെ വിവരമെല്ലാം വിചാരിക്കും എന്തായാലും അങ്ങനെ അതിലേക്ക് വന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു പ്രവർത്തന മികവൊക്കെ കൊണ്ട് ഒരു 2.5 വർഷം ഇന്ത്യ വിഷൻ പൂട്ടി. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും മാതൃഭൂമി വിളിക്കുന്നത്. അത് ഇന്ത്യ വിഷനിൽ നിൽക്കുമ്പോഴാണ് വിളിക്കുന്നത്. അപ്പം ഇന്ത്യ വിഷൻ ഏതാണ്ട് പ്രശ്നത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മാതൃഭൂമിയിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് അവിടെ പോയി ദിനദരികൾ അതിനെ തുടങ്ങിയത് തന്നെ ഞാൻ തന്നെയാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട്
പിന്നെ അവിടെ നിന്ന് വീട്ടിലെ അമ്മയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രായത്തിൻ്റെതൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏഷ്യാനെറ്റില് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓൺലൈൻ പ്രോഗ്രാം ചെയ്തത്. എല്ലാ ദിവസവും പോകുന്നു. അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു ചാനലിലും ഇല്ലായിരുന്നു, ഒരു ഓൺലൈനിലും ഇല്ലായിരുന്നു. അപ്പൊ അത് വരുൺ രമേഷിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മുടെ മിൽട്ടൺ ഉണ്ടായിരുന്നു ക്യാമറമാൻ. അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ യോജിക്കുന്നത്. ചിത്രത്തിലേക്ക് വരും. അത് കുറെ നീണ്ടുപോയി. 5 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് ചെയ്തില്ല. അത് പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നി ഇത്രയും നാൾ ചെയ്തു വന്നതിൽ ഒരു എല്ലാ ഇത് നോക്കുമ്പോൾ ഈ പ്രോഗ്രാമിന് മാത്രം ഒരു ചാനലും രാഷ്ട്രീയമായി ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഈ പ്രോഗ്രാമുകളുടെ വിജയം. അത് ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയാം. അതാ കഴിഞ്ഞ ദിവസം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിശാന്ത് മുളാവിലെ വീട്ടിലെ ഗം ഉണ്ടല്ലോ. ഇപ്പൊ ഗമ്മില് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു പ്രധാന കഥാപാത്രം. അതെ, ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. ഇതിൽ ഇടപെടാതിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചെന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ ആദ്യം തന്നെ ചോദിച്ചതും അതാണ്. ഏതെങ്കിലും ആളെയോ വ്യക്തി അങ്ങനെ വിമർശിച്ചാൽ അത് പ്രശ്നമാവുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ അതെ, പൊതുവായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇടപെടേണ്ട സാഹചര്യം ഒരു പരിപാടി അവസാനിപ്പിക്കുന്ന അല്ലാതെ ഇടപെടാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലേ, നമ്മൾ അങ്ങനത്തെ മധുവിന് നന്നായി അറിയാലോ. അത് എത്ര വർഷം ഇത് ചെയ്ത ഡെമോക്രസി ചെയ്ത. അപ്പൊ അത് ഡെയിലി അല്ലെ, അത് കഴിഞ്ഞില്ല. ഞാൻ അന്നൊക്കെ ചെയ്യുമ്പോ പൊളിറ്റിക്സും പിന്നെ ചിത്രമിത്ര ആദ്യത്തെ ഡെയിലി അതും ഡെമോക്രസിയാണല്ലോ. അതെ, അതും എന്നെ പോലെ തന്നെ മധു ടി നാസറിൽ നിന്നാണ്. അത് പറയുമ്പോ ഒരു രസമുള്ള കാര്യം, നികേഷ് സാറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ മൂപ്പര് എന്നോട് പറയുന്നത്, ഞാനും ഇതുവരെ ഈ റിപ്പോർട്ടർ ടിവിയിൽ പണി തുടങ്ങുന്നത് തന്നെ പത്രങ്ങളിൽ ജോലി ചെയ്തിട്ട് വന്നതുകൊണ്ട് ഈ ദൃശ്യഭാഷ ഒന്നും എനിക്കും വഴങ്ങുന്നുണ്ടായില്ല. മൂപ്പര് ആദ്യം എന്നോട് പറഞ്ഞ് ഈ പരിപാടി ഒന്ന് ചെയ്യണം. അന്ന് നാസർക്കാണ് അതിന്റെ മുൻഗാമി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ പരിപാടി ഒന്ന് ചെയ്യണം, എന്നിട്ട് ഇത് ഓട്ടോറിക്ഷക്കാരും ചുമട്ടുതൊഴിലാളികളൊക്കെ കാണണം, അതിന് വേണ്ടിയിട്ടാണ് മധു ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ആ വരുമ്പോഴുള്ള ഒരു ഉപദേശം അതായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ സിനിമ കൂടുതൽ മിക്സ് ചെയ്തിട്ടൊക്കെ പരിപാടി ചെയ്യുന്നത്. അല്ല, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ നികേഷിനെ പലപ്പോഴും ഞെട്ടിക്കുന്ന കുറെ അങ്ങനത്തെ നീക്കങ്ങളുണ്ട്. അത് പിന്നെ എനിക്കുള്ള അനുഭവം, മൂപ്പര് ഇലക്ഷന് മത്സരിക്കാൻ പോയി. അപ്പൊ അന്ന് റിപ്പോർട്ടർ ടി വി അറിയാലോ, അങ്ങനെ എക്സ്ട്രീമാണ് എല്ലാ വിഷയത്തിലും. അന്ന് പുള്ളിക്കാരന് റിപ്പോർട്ടർ ടിവിയിലേക്കുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യ വിഷയം കഴിഞ്ഞ് പിന്നെ അങ്ങ് പോകാണല്ലോ. അപ്പൊ അന്ന് ഇയാൾ ഇലക്ഷനിൽ മത്സരിക്കാൻ പോയ സമയത്ത് എനിക്കുള്ള ആശങ്ക, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഇത് ചെയ്യണമല്ലോ, അപ്പൊ ഇത് ഇയാൾ ചെയ്താൽ ഞങ്ങൾ എങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം മൂപ്പരനെ എന്നെ വിളിക്കാണ്. എന്നിട്ട് പറഞ്ഞു, മധു അവിടുത്തെ വർക്കെല്ലാം ഉഷാറില്ലേ? എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അല്ല നമ്മളിവിടെ വന്നൊന്നും നോക്കണ്ട കേട്ടോ എന്ന് എന്നോട് ഒറ്റ വാക്ക് പറഞ്ഞു. നമ്മൾ മത്സരിക്കുന്നത് നോക്കണ്ട, മധുത്തെ ജോലിയാണ്. അന്നാണ് റിപ്പോർട്ടർ ടിവിയിലാണ് ആദ്യം മൂപ്പര് ഈ ബാറ്റ് കൊണ്ട് ബോൾ അടിക്കുന്ന ഒരു കടപ്പുറത്തെ, പിന്നെ കിണറിൽ ഇറങ്ങുന്നത്. ഇതൊക്കെ റിപ്പോർട്ടർ ടിവിയിലെ സറ്റയർ പരിപാടി ഡെമോക്രസിയിലാണ് വരുന്നത്. അല്ല, അത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഇവിടെ നമ്മുടെ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുമ്പോഴേ പൊളിറ്റിക്സ് അന്ന് ഐസ്ക്രീം കേസ് കത്തി നിൽക്കുന്ന സമയം, ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സമയം. അപ്പൊ നമ്മൾക്ക് ഈ കേസ് വരെ ഒന്നതരം ചെയർമാൻ മുനീറാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ എതിർപക്ഷത്ത്. അപ്പൊ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അറ്റാക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ കളിയാക്കിയതിൽ കൂടുതൽ മുനീറിനെ ആ സമയത്ത് കളിയാക്കിയിട്ടുണ്ട്. സ്വന്തം ചാനലിന്റെ ചെയർമാനാണ്. പക്ഷെ പുള്ളി അടുത്ത ആഴ്ച മീറ്റിംഗിൽ വരുമ്പോഴത്തേക്ക് കണ്ടിരുന്നു കേട്ടോ, ഗംഭീരായി എന്നൊരു ചിരി കൂടെ. അല്ല, അതൊരു ആ സമയത്താണ് നമ്മള് സെബാസ്റ്റ്യൻ പോൾ സാർ ഇവരെ രണ്ടുപേരെയും പത്രസ്വാതന്ത്ര്യത്തിന്റെ കുലപതികളായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ലേഖനമൊക്കെ എഴുതുന്നത്. അല്ല, അതൊരു വലിയ അനുഭവമായിരുന്നു ശരിക്കും. അത് തന്ന ആ ഒരു ധൈര്യം പിന്നീടുള്ള ചാനലുകളിലൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് പറയാൻ ധൈര്യപൂർവ്വം ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു സാധനത്തിൽ മാത്രം എവിടെയെങ്കിലും ഒന്ന് പിടിച്ചാൽ പിറ്റേ ദിവസം പ്രോഗ്രാം ഇല്ല, പിറ്റേ ആഴ്ച കഴിഞ്ഞു, ആ സംഭവം തീർന്നു. കാരണം നമുക്ക് പിന്നെ സംശയമാവും, ഇയാളെ കുറിച്ച് പറയാമോ അയാളെ കുറിച്ച് പറയാമോ. നമ്മുടെ ഏഷ്യാനെറ്റിലുള്ളപ്പോ തന്നെ എത്ര തവണയാണ് നമ്മൾ പ്രയാണമന്ത്രി എന്നൊക്കെ വിളിച്ചിട്ട് കത്തുവന്നിരിക്കുന്നത്, എത്ര അവിടെ പരാതി, വക്കീൽ നോട്ടീസ്. പക്ഷെ അതൊന്നും ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് പറയരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ശൈലിയുടെ ഇത് തീരെയല്ലേ, അതൊരു പ്രശ്നമുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഈ പ്രോഗ്രാമുകളുടെ ഒരു വലിയ നേട്ടം തന്നെയാണ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഇപ്പം നമ്മൾ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു ആ തുടർച്ചയുണ്ട്. നമുക്ക് ആരെയും
പറയാം എന്നുവെച്ചാൽ നമ്മൾ ആരെയും അസഭ്യം പറയാറില്ല. ചിലരൊക്കെ വന്ന് തമാശ പോടാ പോയി ചരിത്രം പഠിച്ചിട്ട് പോടാ അതൊക്കെ പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു കൗതുകമായിട്ടാ തോന്നുക. രസമാണത്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഇപ്പോ പുള്ളിക്കാരന്റെ ജീവിതത്തിലെ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള അനുഭവത്തിൽ ഈ സറ്റയർ പാത നല്ലൊരു അനുഭവമായിട്ടാണ് വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതൊരു നമുക്ക് ആളുകളെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇവന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെ രസകരമായി കാണുക എന്ന് പറയുന്നത്, അതിനെ ഈ ഒരു മാറ്റം കണ്ടിരിക്കുന്നത് ഇതിലെ ഭയങ്കരമായ അസഹിഷ്ണുത നമ്മൾ എല്ലായിടത്തും പറയുന്നത് ഇനി കൂടി വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ. വൺ സൈഡിലൂടെ കാണുന്ന ഒറ്റക്കണ്ണന്മാരുടെ ഒരു ലോകം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഞാൻ പലപ്പോഴും. കാണുമ്പോൾ നമ്മളെല്ലാവരെയും ചെയ്യുന്നുണ്ട്, പക്ഷെ അതേ പറ്റി കാണുകയില്ല. സ്വന്തം നേതാക്കളെ അവരവരെ കുറിച്ച് പറയുമ്പോഴാണ് അവരവരെ കുറിച്ച് പറയുമ്പോൾ മാത്രമേ കാണുള്ളൂ, എന്നിട്ടാണ് വിമർശിക്കുന്നത്. പിന്നെ ഇത് പുള്ളിക്കാരനോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു വ്യത്യാസം, പുതിയ കാലത്തെ തമാശകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും വിലയിരുത്താവുന്നതാണ്. അതൊക്കെ കൊണ്ടാണ് ചിലപ്പോൾ ഈ അരമണിക്കൂർ പ്രോഗ്രാം തന്നെ ചാനലുകളിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പഴയ ചരിത്രത്തിലെ തമാശകൾ പറയുന്ന കേൾക്കാം. ഇപ്പോൾ പല നിയമസഭയിലെ അടക്കം അങ്ങനെ എന്നെ ഒരുപാട് ചിരിപ്പിച്ച തമാശ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ ചരിത്രത്തിലെ തമാശകൾ ശേഖരിച്ചിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു പഴയ കാലത്തിന്റെ ഒരു പരിച്ഛേദം കൂടി നമുക്ക് മുന്നിൽ കിട്ടുക. ഉറപ്പായിട്ടും അത് ശരിയാണ്. ശരിക്കും നമുക്ക് അങ്ങനെ തന്നെ ഒരു ഫീൽ ചെയ്യും. വെച്ചാൽ ഒന്നാമത്തെ കാര്യം, രാഷ്ട്രീയ നേതാക്കളുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വായനയുടെ വലിയ ലോകം ഉണ്ടായിരുന്നു. അത് ഇന്ന പാർട്ടി എന്നില്ല. അന്നത്തെ നേതാക്കളൊക്കെ അതിഭയങ്കരമായി ഈ പുരാണം, ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വായന ഉണ്ടായിരുന്നവരാണ്. അപ്പം നമ്മൾ ഈ നിയമസഭയിൽ പിന്നെ ബാബു പോൾ സാർ രേഖായനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വായിക്കുമ്പോഴേ നമ്മൾ ഈ പട്ടത്തിൻ്റെയും ഈ പറഞ്ഞ നമ്മളുടെ EMS, പട്ടം, ആർ ശങ്കർ, ഇങ്ങനെ PT തോമസ്, ഇവരൊക്കെ പറയുന്നത് നമുക്ക് ഞെട്ടിപ്പോവും. കാരണം അത്ര കണ്ടന്റാണ് ഈ ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടം, അവരുടെ വായന, അവരുടെ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് പോലും ഈ മോശം വാക്കുകൾ പറഞ്ഞിട്ടല്ല, ചരിത്രത്തിലെ കഥാപാത്രത്തെയൊക്കെ വെച്ചിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വ്യക്തി എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പൊ പലരെയും വിളിക്കുന്നതൊക്കെ വളരെ പേഴ്സണൽ അറ്റാക്കുകളല്ലേ, ജീവികളോട് ചേർത്തും. അതൊക്കെ അതിന്റെ ഒരു എക്സ്ട്രീമാണ് ഞാൻ നോക്കിയിട്ട്. അങ്ങനെ അതിനപ്പുറത്ത് ഇപ്പം EK നായനാരൊക്കെ പറയുന്ന, ഞാൻ എപ്പോഴും ഓർത്ത് ചിരിക്കാറുള്ള തമാശയുണ്ട്. എവിടെ ഇംഗ്ലീഷ് ക്യാമ്പയിനൊക്കെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ V ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇതായിരുന്നു, ഇപ്പോൾ കോർപ്പറേഷൻ മേയറായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത്, പുള്ളി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, അതായത് ഗുഡ് ബൈ മോസ്കിറ്റോ. ഭയങ്കര കൊതുക്, അന്ന് വലിയ ക്യാമ്പയിനൊക്കെ ആയിരുന്നു, കൊതുക് ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഉദ്ഘാടനം നയനാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ശിവൻകുട്ടിയാണ് അധ്യക്ഷൻ. അപ്പോൾ നയനാർ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഇടയിൽ ഇത് തുടങ്ങി അഭിസംബോധന കഴിഞ്ഞിട്ട് പിന്നെ ശിവൻകുട്ടിയോട് ചോദിക്കുകയാണ്, അല്ല ശിവൻകുട്ടി, ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ കൊതുകുകൾക്ക് മനസ്സിലാവുമോ ഗുഡ് ബൈ മോസ്കിറ്റോ? എന്താ പറഞ്ഞ ആ സദസ്സൊക്കെ ഉണ്ടല്ല, അതിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ശിവൻകുട്ടിയും ചിരിക്കുക, വേദിയിലും സദസ്സിലുള്ള ഒരു കൂട്ടച്ചിരി, ഇതൊക്കെ ആ രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എത്ര എണ്ണം. പിന്നെ ഈ സോണിയാഗാന്ധി, അങ്ങനെ അപ്പം BJP സോണിയാഗാന്ധിയും തമ്മിലുള്ള കണക്ഷൻ, അന്ന് CPM അതിശക്തമായി കോൺഗ്രസിനെ എതിർക്കുന്ന കാലമാണ്. അപ്പം ഞാനൊരു വളരെ കൂളായിട്ട് ചോദിക്കുന്ന ഇതുണ്ട്, നിങ്ങൾക്ക് സോണിയയെ ജയിപ്പിച്ചാൽ റോം കിട്ടും, BJP ജയിപ്പിച്ചാൽ റാം കിട്ടും. ഇതൊക്കെ നമ്മളങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ഒത്തിരി രസകരം. നമ്മുടെ മാഷിന്റെ ഫലിതങ്ങൾ പുറത്തും അകത്തും, നമ്മുടെ മാഷാണല്ലോ വളരെ രസകരമായി ചോദിച്ചത്. മറ്റേ ബാബറി മസ്ജിദ് തകർന്നപ്പം 16 ഭാഷ അറിയാവുന്നതാണല്ലോ പറയുന്നത് മറ്റേ പുള്ളിക്ക്, PV നരസിംഹറാവു. ഏതെങ്കിലും ഒരു ഭാഷ അതിൽ അരുതേ എന്ന് പറയാം. മനസ്സിലായി? ഇതൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ഒരുപാട് ഇത്രയും രസകരമായ സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ നേതാക്കളുടെ, അവരും എപ്പോഴും ഹ്യൂമർ എന്ന് പറയുന്നത് മധു ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു സാധനം, അടുപ്പിക്കുന്നതല്ല അടുപ്പിക്കുന്നതാണ്. ആ വ്യത്യാസം ഭയങ്കരമാണ്. ആ ഹ്യൂമർ, അതുകൊണ്ടാണ് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ ഇപ്പം രാഷ്ട്രീയ ഭേദമന്യേ നയനാർ, ഞാൻ പറഞ്ഞ നമ്മള് ഇപ്പൊ ഉമ്മൻചാണ്ടി എനിക്കറിയില്ല, അത് അങ്ങനെ ഒരു താരതമ്യം ചെയ്യാൻ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല, അത് ഈ വിഷ്വൽ ലോകം അത്ര ഇല്ല. പക്ഷെ നയനാരെ പോലെ
കണ്ണൂർ വരെ എത്തുന്ന ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. അതിൽ ഒരു CPM കാരനല്ലായിരുന്നു, കേരളത്തിലെ സാധാരണ ജനങ്ങൾ മുഴുവൻ അണിനിരന്ന ഒരു അങ്ങനെ ജനങ്ങളെ അടുപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു ബന്ധമുണ്ട് എവിടെയെങ്കിലും പോയാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ കരുണാകരനും നയനാരും തമ്മിലുള്ള ഒരു അടുപ്പം, ഈ അങ്ങേറ്റത്തെ ശത്രുതയാണല്ലോ രാഷ്ട്രീയത്തിലും ഇതിലൊക്കെ. പക്ഷെ അവരുടെ കുടുംബങ്ങൾ അവരുടെ തമ്മിൽ പറയുന്ന തമാശകൾ, രണ്ടുപേരും കളിയാക്കുന്നത്, ഇതൊക്കെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം, സംഘർഷത്തിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലുള്ള അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ബാക്കിയുള്ള നേതാക്കള്, ഇപ്പൊ നമ്മുടെ ജോസഫ് ചാഴിക്കാടൻ, മനസ്സിലായ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരൊക്കെ നമുക്കിടെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ രസകരമായ, നമുക്ക് വായിച്ച് എപ്പോഴും ഓർത്തിച്ചിരിക്കാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ പേരറിയുന്ന നിയമസഭാ സഭാചാരി മാത്രമല്ല, അല്ലാതെ സാധാരണ MLA-മാരില്ലേ, അവരുടെയൊക്കെ നമ്മൾ ഈ ചരിത്രത്തിൽ കാണും. ഇപ്പൊ ഈ നിയമസഭയിൽ നിശബ്ദനായൊക്കെ വായിച്ചാൽ നമുക്കുണ്ടാകുന്ന ഈ കോൺഗ്രസ് എയും കോൺഗ്രസ് ഐയുമായിട്ട്, അരശ് കോൺഗ്രസും ഐയുമായിട്ട് വേർപിരിഞ്ഞൊരു കാലം ഉണ്ടല്ലോ. ഈ സമയത്ത് നിയമസഭയിൽ ഈ രണ്ട് കോൺഗ്രസ്സുകാരും തമ്മിൽ പറയുന്ന, അന്ന് തോപ്പിൽ രവിയൊക്കെയുള്ള കാലമാണ്. അപ്പൊ പാട്ടുകളിലൂടെ തന്നെ പരസ്പരം കളിയാക്കുന്നുണ്ട്, മലയാള സിനിമാ ഗാനങ്ങളിലൂടെയൊക്കെ പറയുന്നത്. അപ്പൊ അതൊരു വേറൊരു അന്തരീക്ഷമായിരുന്നു. ആ ഒരു അന്തരീക്ഷം പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് അത് കിട്ടുന്നില്ല. അടുത്ത കാലത്ത് വിജയുടെ ഒരു സിനിമ കാണായിരുന്നു. അപ്പൊ അതിനകത്ത് മൂപ്പര് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് ഒരു കോമഡിയാണത്. അപ്പം മൂപ്പര് പറഞ്ഞ അതിന് അവർ ബഹളം ഉണ്ടാക്കി, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇവർ മാപ്പ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വിവരമുള്ള ആളുകൾ, ഒരു വിഭാഗം വിവരമുള്ള ആളുകൾ, സീതി കാജിന്റെ അത് പുള്ളിക്കാരൻ ഓർമ്മയുണ്ടോ? അത് ഈ പകുതി പേർ വിവരമില്ലാത്തവരെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ പകുതി, അപ്പൊ ബാക്കിയുള്ള ആ പകുതി അവിടെ നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതാണ്. അവര് അന്ന് പ്രതിപക്ഷം വലിയ ബഹളം വെച്ചു, ഭയങ്കര ബഹളമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, ഇപ്പം അത് നിന്റെ ഫാദറിനോട് പോയി ചോദിക്കണം എന്ന് പറയുന്ന ഒരു സിദിയാജിയുടെ ഒരു കേസ് വരുന്നുണ്ട്, ഒരു അഴിമതി കേസ്. ഞാൻ കൃത്യ കേസിന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇത് വലിയ ബഹളമായി, തന്തയോട് ചോദിക്കണമെന്നാണല്ലേ പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ ഈ കേസിലെ മുഖ്യപ്രതി ഒരു അച്ഛനാണ്, ഞാൻ ആ അച്ഛനോട് ചോദിക്കണമെന്നാ പറഞ്ഞ. അപ്പൊ ഇതൊക്കെ അന്നത്തെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എല്ലാ വഴികളിലും കാണാം. ഇപ്പൊ നിരന്തരമായിട്ട് അങ്ങനത്തെ ഹ്യൂമർ ഉണ്ടാക്കുന്ന ഒരുപാട്, വളരെ രസകരമായി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക്. അതിന്റെ അപ്പുറത്ത് നിന്ന് ഇപ്പൊ ഒരു എന്ത് പറഞ്ഞാലും ഈ അടിച്ചിരുത്തുക എന്നുള്ള മനോഭാവത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പൊ യങ്സ്റ്റേഴ്സ് എടുത്താലും നമുക്ക് ആ രീതിയിലല്ലല്ലോ ഇതിനെയൊക്കെ കാണുന്നത്. എങ്ങനെയെങ്കിലും അടിച്ചിരുത്തുക, ഓരോ പ്രവണതകൾ മാറി വരികയാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന നിയമസഭയിൽ കാണുന്നത്, പണ്ട് പ്രതിപക്ഷം മാത്രമാണ് അടുത്തളത്തിൽ ഇറങ്ങുക, ഇപ്പൊ ഭരണപക്ഷം അടുത്തളത്തിൽ ഇറങ്ങുക. ഞാൻ പറഞ്ഞ ഇതിനിപ്പോ അടുത്ത ഭരണമാകുമ്പോ ആര് ഭരിച്ചാലും ഇത് കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ചില എറ്റിക്കേറ്റ് ഉണ്ട്. സ്പീക്കർ എഴുന്നേറ്റാൽ ഇരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഏത് ബഹളത്തിനിടയിലും അതൊക്കെ സംഭവിക്കുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ ഒരു ബഹുമാനത്തിന്റെ ഒരു അന്തരീക്ഷം കൂടെ. ഞാനെപ്പോഴും ഇത് കാണുന്നത് വെച്ചാല്, നമ്മുടെ ഒരു മൂല്യവ്യവസ്ഥ ഉണ്ടല്ലോ, എന്തു ആയിക്കോട്ടെ, അത് ആ സമൂഹത്തിന്റെ ഒരു മൂല്യവ്യവസ്ഥ, മതപരമായോ അതൊന്നും അല്ലേ, സമൂഹത്തിന്റെ ഒരു മൂല്യവ്യവസ്ഥ. ആ മൂല്യവ്യവസ്ഥയ്ക്ക് ഇതൊക്കെ ബാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യങ്സ്റ്റേഴ്സിന് ഇപ്പം നമ്മൾ ഇപ്പം ദിവസം കാണുന്ന ഈ ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോഴേ കുട്ടികളുമൊക്കെ ഇതൊക്കെ, അത് രാഷ്ട്രീയക്കാരൻ മാത്രം കുഴപ്പമില്ല, മതപരമായും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരുവിൽ ഈ ദൈവത്തിന്റെ പേരിലാണല്ലോ ഈ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇവരെയൊക്കെ ബാധിക്കും. അതൊരു മൂല്യവ്യവസ്ഥയെ ബാധിക്കും. അത് ഏത് മൂല്യമാണേലും അത് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പൊ അത് നമ്മളെപ്പോഴും പറയല്ലേ, ഒരു ബഹുമാനമില്ലാതെ ആളുകൾ പെരുമാറും. അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്ന അതാണ്. ഇപ്പൊ മധുവിനറിയാം, എനിക്കും അറിയാം. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരു മുതിർന്ന ആള് വന്നാൽ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പൊ പിള്ളേർക്ക് ചോദിക്കാൻ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കണേ? മനസ്സിലായേ? അപ്പൊ അങ്ങനെയുള്ളൊരു കൊടുക്ക വാങ്ങലിന്റെ ഒരു സ്നേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നം. അത് രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അത്. പിന്നെ ഈ സറ്റയറിന്റെ ഒരു അനുഭവത്തിന്റെ തുടർച്ചയായിട്ട് അത്തരം കാര്യങ്ങളിൽ കഥാപാത്രങ്ങളാക്കപ്പെട്ട ആളെ പിന്നീട് കണ്ടിട്ട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരോ മത നേതാക്കന്മാരോ പിന്നീട് കണ്ടിട്ടുണ്ടായ വ്യത്യസ്തമായ അനുഭവം ഉണ്ടോ? ഇല്ല, എനിക്കങ്ങനെ ഒരു എതിർപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ചിലർ നമുക്ക് അറിയാവുന്ന നന്മകൾ പറഞ്ഞ ആളുകളുണ്ട്. അങ്ങനെയുണ്ട്, നന്മകൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ കാണിക്കുമായിരുന്നു അല്ലേ,
ഈ വേദിയിലിരുന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും അല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത് ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ നമുക്കൊരു നല്ല ഗുണമാണ് എന്ന്, അല്ലെങ്കിൽ ഞാൻ ഈ സറ്റയർ ഷോയെ എപ്പോഴും നല്ലത് എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. കാരണം എവിടെന്നെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു സ്ട്രോക്കുകൾ വേണ്ടേ? അതെ, അതൊരു പോസിറ്റീവ് സ്ട്രോക്ക് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഒരാളെ അങ്ങ് ഇടിച്ചു താഴ്ത്തുക, താറടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അല്ല, അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോഴും ഇത് കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് ഇതിനെ കണ്ടാൽ അത് നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ കാർട്ടൂണുകളൊക്കെ നിലനിൽക്കുന്നത് അല്ലേ? അതിപ്പോ അത് ആസ്വദിച്ചിരുന്നൊരു ലോകം ഉണ്ടാകണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇത് അത് എന്റെ നേതാവെന്ന് നമ്മൾ അതിനെ റിജിഡായിട്ട് കാണുമ്പോൾ പ്രശ്നങ്ങളാവും. അതിനെ പൊളിറ്റിക്കലി നമ്മൾ ആണ് എന്ന് മനസ്സിലാക്കിയാൽ അത്ര പ്രശ്നങ്ങളില്ലാന്ന് ഞാൻ പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കളിയാക്കുമ്പോൾ എതിർ പാർട്ടിയിലെ നേതാവും അത് ശ്രദ്ധിക്കുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആകണമെന്നാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തിരുത്തലാണല്ലോ, ആ തിരുത്തൽ ഉണ്ടാകണം. ഈ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ചില ആളുകൾ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നു, നിയമപരമായി ആളുകൾ കുഴപ്പത്തിലാക്കുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അത് വസ്തുതക്ക് നിരക്കുന്ന തരത്തിലുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയുടെ സ്ഥാനം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടിഞ്ഞ് താഴോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ഈ സറ്റയറിസ്റ്റുകളാണ് കൂടുതൽ ഇരയാക്കപ്പെടുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം മറ്റൊരു കണ്ടിരുന്നു, മഹാരാഷ്ട്രയിലോ കണ്ടിരുന്നു. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? അങ്ങനെ ഒരു വ്യത്യസ്തമായി കുഴപ്പത്തിലാവുന്ന സ്ഥിതി ഇവിടെ ഉണ്ടോ? എന്തും പറയാൻ പറ്റാത്ത നിലവിലില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഉണ്ടായിക്കൂടായില്ല എന്നുള്ള ഇപ്പൊ ഒരു സൂചനകൾ ഭയങ്കരമാണ് സൂചനകൾ. എന്നുവെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആളുകൾക്ക് ഇതെന്താണെന്ന് ഉൾക്കൊള്ളാൻ ഏകപക്ഷീയമായി മാത്രം കാണുന്നതിന്റെ കുഴപ്പങ്ങളാണ്. അതല്ല, വിശാലമായ ഒരു വീക്ഷണത്തിൽ അത് കാണുന്നില്ല എന്നുള്ളത് ശത്രുത ആണ് വിചാരിക്കാം. അതാണ്, ശത്രുതയാണ് എന്നുള്ള വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു അടുപ്പിച്ചൊരു 2 വീഡിയോ വന്നാൽ, അതിപ്പോ ചാനലിൽ ഒരു 2 വാർത്ത വന്നാൽ ഉടനെ ഇവരെല്ലാം നമ്മുടെ പാർട്ടിക്ക് എതിരാണ് അങ്ങനെ കരുതിയിട്ട് കാര്യമില്ലല്ലോ. വസ്തുത വെച്ച് പിന്നെ വസ്തുതാ വിരുദ്ധമായ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അറ്റാക്ക് ചെയ്യാം. അത് അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ നമ്മളങ്ങനെ വളരെ എല്ലാം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. അത് പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് തെറി വിളിച്ചിട്ടല്ല. ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ മണ്ണുവാരി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ വിത്ത് ഫാക്ട്സ് ഇതാണ് ശരി എന്ന് പറയുന്നതിൽ എന്താണ് കുഴപ്പം? അതിന് തെറ്റുമില്ല, അങ്ങനെ പറയണം. കാരണം പക്ഷെ നമ്മളുടെ ഇപ്പൊ നമ്മുടെ പ്രകടമായി സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. മധുവിന് നന്നായിട്ട് അറിയാമല്ലോ, മധുവിന്റെ വീഡിയോസിന്റെ താഴെയൊക്കെ എന്തൊക്കെയാ വരുന്നത് അറിയാം. അത് ഒരു വലിയ ദോഷമാണ്. ഈ ശരിക്കും ആ ഭാഷ തനിക്ക് മറുപടി പറയാൻ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ദൈവം തമ്പുരാനെ വിശ്വസിക്കാം. നമ്മുടെ സ്വദേശമാനി പറഞ്ഞ അതല്ലേ, നിങ്ങൾക്ക് ദൈവം തമ്പുരാനെ വിശ്വസിക്കാം. അതിനെന്താ കുഴപ്പം? വിമർശിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ലോകത്തുണ്ട്. അത് ചെയ്യാൻ വേണം. അത് അങ്ങേറ്റം വരെ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ വിമർശിക്കുന്നതെന്ന് പറയാനുള്ള കാര്യം കൂടെ ഉണ്ട്. ഇത് കാടടച്ചങ്ങ് ചീത്ത വിളിക്കുകയാണ്. അത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. പിന്നെയുള്ളത് ഈ സമീപകാലത്ത് ഇപ്പം പുള്ളിക്കേട്ടൻ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് മാധ്യമത്തിൽ നിന്ന് മുഖ്യധാരയിൽ മാറി നിൽക്കുകയാണ്. പുളിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബാണ്. അത് പ്രേക്ഷകർ കൂടി അറിയാൻ പറയാണ്. പുളിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെ പുള്ളിക്കേട്ടൻ്റെ വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കാലത്ത്, ചുരുങ്ങിയ കാലത്ത് വലിയൊരു മാറ്റം സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിരയിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമയിലും ഉണ്ടായിട്ടുണ്ട്. എന്നാലും സിനിമയിൽ ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ. അപ്പോൾ മൊത്തത്തിൽ ഈ മാറ്റം, തലമുറ മാറ്റത്തിന്റെ ഒരു സജീവതയിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ രാഷ്ട്രീയം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാ കാണുന്നത്? ഈ മാറ്റത്തിൽ കുറെ നഷ്ടം നമ്മളെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ വലിയ നഷ്ടം. അതെ, അതാണ് ഞാൻ മനസ്സിൽ കണ്ടത്. കോടിയേരിയെ പോലെയുള്ള ഒരാൾ, കോടിയേരിയൊക്കെ അങ്ങ് രാഷ്ട്രീയത്തിന്റെ നല്ല ഇതിൽ നിൽക്കുമ്പോൾ തന്നെ കോടിയേരിയുടെ ഒക്കെ സംഭാഷണങ്ങൾ നമുക്ക് എപ്പോഴും ഒരു വേറെ തലത്തിൽ ഈ പറഞ്ഞ ഒരു സൂത്തനിങ് ഇഫക്റ്റ് ഉള്ള സംഭാഷണങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ നോക്കുമ്പോഴത്തേക്കും, വരുന്ന ആളുകളെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നമുണ്ട്. ഈ പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നമുണ്ട്. ഇപ്പൊ ഓരോ പാർട്ടികളുടെ നേതൃത്വം മാറി നിൽക്കുമ്പോൾ ആ ഒരു വാക്യൂം ഭയങ്കരമാണ്. മനസ്സിലായ? ഈ നമ്മള് ഇപ്പൊ നമ്മൾ നോക്കി, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നയനാരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള വലിയൊരു മാറ്റം, കുറച്ചുകൂടെ എന്താ നമ്മള് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞ കടാകടിയന്മാരായ നേതൃത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും കടന്നു വരികയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പക്ഷെ അതിൽ നിന്ന് ഒരുപാട് തമാശകൾ നമ്മൾ കൊണ്ടാവുന്നുണ്ട്. അത് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയ ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ മാറ്റം സംസ്ഥാനത്ത് BJP മാറ്റം, രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുന്നത്, ഏത് പാർട്ടിയാണേലും അത് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാത്ത ആളുകൾക്ക്
രാജീവ് ചന്ദ്രശേഖർ മോശമാണോ, നാളെ ഗംഭീരനാവോ, അതല്ല നമ്മുടെ ചർച്ച. നമ്മൾ ഒരു ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാത്ത നേതൃത്വം വരുമ്പോൾ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാവും, ആ ഒരു സംഘർഷം ഉണ്ടാവും. ആ സംഘർഷം ഈ മാറ്റിയെടുക്കണമെങ്കിൽ അസാമാന്യമായ മെയ്വഴക്കം വേണം. അതിൽ നിന്ന് വിജയിച്ചു കയറുക എന്നുള്ളതാണ്. അപ്പൊ അത് രാജീവ് ശങ്കർ തീരുമാനിക്കുന്ന കാര്യമാണ്. നമുക്ക് പറയാൻ പറ്റില്ല നാളെ അദ്ദേഹം അങ്ങനെയാവും. പക്ഷെ നമുക്ക് പ്രകടമായി കാണുന്ന ഒരു മാറ്റം അതാണ്. എപ്പോഴും ഒരു പൊതുജനത്തിന്റെ താഴെ. അപ്പൊ നമ്മൾ ചില മന്ത്രിമാരെ നോക്കുമ്പോൾ അത് ഈ മന്ത്രിസഭയൊന്നും വെക്കണ്ട, മറ്റ് പല മന്ത്രിസഭകളും നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചില ആളുകൾ വരുമ്പോൾ അവർക്ക് ഇതുമായിട്ട് ഇങ്ങനെ യോജിച്ച് പോകാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയാതെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അത് പ്രകടമായിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അച്ചടി ഭാഷയിൽ സംസാരിച്ചിട്ടൊന്നും അല്ല, ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ള ബേസിക് റൂൾ ഉണ്ടല്ലോ, ആ ബേസിക് റൂൾ ഉണ്ടാക്കുക എന്നുള്ളത് ഓപ്ഷനാണ്. പക്ഷെ അതില് എനിക്കൊരു കൗതുകം തോന്നിയിട്ടില്ലേ, ഈ ശശി തരൂർ വളരെ പെട്ടെന്ന് അതിനെ മറികടന്നു, വല്ലാണ്ട് മറികടന്നു. ലാംഗ്വേജ് ആണ് പ്രശ്നമെങ്കിൽ പിന്നെ അയാളുടെ ജോലി ചെയ്തതിന്റെ സ്വഭാവം എല്ലാം മാറി, വളരെ നന്നായിട്ട് മാറി. അത് പുള്ളി ഒരു ആ രീതിയിലുള്ള സ്റ്റേറ്റ്സ്മാൻ ആയതുകൊണ്ടും പുള്ളിക്ക് ജനകീയമായ അറിയാവുന്നതുകൊണ്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ നല്ല മാറ്റമുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ. ഇനിയുള്ള കാലത്ത് ഈ പഴയ ശൈലിയിൽ മുന്നോട്ട് പോലും പ്രയാസമായിരിക്കും രാഷ്ട്രീയ നേതാക്കൾ, വളരെ പ്രയാസമായിരിക്കും. ഇനി AI രാഷ്ട്രീയമായിരിക്കുള്ളൂ, നടക്കുള്ളൂ. അത് തന്നെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണോ വരുന്നതെന്നുള്ള ഒരു സംശയം ഉണ്ടാകും എപ്പോഴും. കാരണം അവർ അതിനേക്കാൾ കേമന്മാരാണ് പലരും. നല്ല മിടുക്കരായ ആളുകളാണ്, നല്ല വായനയുള്ള പുതിയ തലമുറ രാഷ്ട്രീയ നേതാക്കൾ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് കേട്ടോ. കേരളത്തെ സംബന്ധിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല തിരിച്ചറിവുകൊണ്ടുള്ള രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഈ സുധാകർ ഇഷ്യൂ ഒക്കെ വന്നല്ലോ, അപ്പോഴും കോൺഗ്രസില് രാഹുൽ മാങ്കൂട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞ ഒരു യങ് തലമുറ, രാഹുൽ മാത്രമല്ല ആ തലമുറ ഇതിനോടൊക്കെ വിയോജിപ്പുള്ള ആളുകൾ. അതൊരു വലിയ മാറ്റമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള. അതിപ്പോ അവരെ വിജയിപ്പിക്കുക അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് വിജയങ്ങൾ മാത്രമല്ലല്ലോ, അതിന്റെ കറക്റ്റ് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവുന്നത്. അതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ മാറ്റമാണ്. ഈ ഇടതുപക്ഷത്താണേലും വായിക്കുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. അത് നമ്മൾക്ക് പലപ്പോഴും കാണാമല്ലോ. വായിക്കാത്തവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും എല്ലായിടത്തും. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു മാറ്റം വലുതായിട്ട് വരുന്നുണ്ട്. ഭയങ്കര നന്നായി പഠിക്കുന്ന, ചിലപ്പോൾ ഈ ഒരു കുറച്ചു കാലം കഴിയുമ്പോൾ ഈ അടുത്ത തലമുറ കംപ്ലീറ്റ് ആയി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കാൻ പറ്റുമായിരിക്കും. ആ ഗുണപരമായ മാറ്റം അത് ഞാൻ പറഞ്ഞു വന്നാല് ഈ കോൺഗ്രസും CPM യോജിക്കുന്ന തലത്തിലേ അതുണ്ടാവുള്ളൂ. അതിലേക്കേ പോകാൻ പറ്റുള്ളൂ. ഇത് ലോകത്തിലെ ഇപ്പൊ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ വടക്ക് ഇവര് തമ്മിൽ അടിക്കുകയും തെക്ക് ഇവര് തമ്മിൽ അടിക്കുകയും വടക്ക് മനസ്സിലായില്ലേ? അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇവര് ടോട്ടലി ചെറുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് രാഷ്ട്രീയത്തെയാണോ ആ രാഷ്ട്രീയത്തെ ചെറുക്കാൻ ഒരേ ഐഡിയോളജികൾ ഒന്നിച്ച് നിൽക്കട്ടെ. ഇപ്പൊ ഇന്ത്യ മുന്നണി ഏത് ഈ പറഞ്ഞ പല കഷ്ണങ്ങളായിട്ട് നിന്നതാണേലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായില്ല. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇച്ഛാശക്തിയും രാഷ്ട്രീയമായ ചിന്തയും ഇവർക്കില്ലാതായിപ്പോയി. മനസ്സിലായ? അവിടെയാണ് പ്രശ്നം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അത് ഇവിടെ തോൽപ്പിച്ചു ഞങ്ങൾ ജയിച്ചു എന്ന് പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. ഞങ്ങൾ അവിടെ ജയിച്ചു ഇവിടെ ജയിച്ചു, അതല്ല. ഇത് ആണ് ഉദ്ദേശമെങ്കിൽ ഇവരൊന്നിച്ചേ പറ്റൂ. അത് തന്നെയാണ് രാഷ്ട്രീയം നാളത്തെ. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. എൻ്റെ ഒരു ധാരണ ഈ യങ്സ്റ്റേഴ്സ്, ബോധമുള്ള യങ്സ്റ്റേഴ്സ്, ഇവർക്ക് എന്തായാലും മുതിർന്നവർക്ക് ഇപ്പോൾ ഒരു കടുപിടുത്തവും രാഷ്ട്രീയം, പക്ഷെ അവർക്കത് മനസ്സിലായി തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അവർ ഈ CPM CPI അസ്തിത്വമൊക്കെ ഇല്ലേ, അതൊക്കെ ഇല്ലാതാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇനി സമീപ ഭാവിയിൽ നമ്മൾ കാണുന്ന ഇന്ത്യയിൽ മറിച്ചൊരു ആലോചന ജനങ്ങൾക്കുണ്ടാകണമെങ്കിൽ കൂട്ടമായി നിൽക്കലേ നടക്കുള്ളൂ. കാരണം 50-40% പോലും വോട്ടില്ലാത്ത ഒരു കക്ഷിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് ചെറുക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. കാരണം 60% ഇപ്പുറത്തുണ്ട്. 60% ഒന്നിച്ചു നിന്നാൽ ഉറപ്പല്ലേ? അപ്പൊ അത് ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരും അതിന് താരാട്ട് പാടിയാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ ഒരു ധാരണ അതാണ്. CPM CPI ഒന്നാവുന്നു, കോൺഗ്രസും CPM ഒന്നായി ഒരുമിച്ച് നിന്ന് ഈ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകുമെന്ന് തന്നെയാണ്. താൽക്കാലികമായിട്ട് ഇങ്ങനെയൊക്കെ ജയിച്ചു പോകട്ടെ, അത് കുഴപ്പമില്ല. സംസ്ഥാന താല്പര്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതിനേക്കാൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒന്നാകുക എന്നുള്ളതിൽ കഴിഞ്ഞ് എന്താ ഉള്ളത്?
അതെ അതെ. അതോടൊപ്പം ഈ മുന്നണികളിലെ ലീഡർഷിപ്പിലുള്ള പാർട്ടി പ്രധാനപ്പെട്ട ശക്തികൾ 1-2 പാർട്ടികൾ ഒഴികെ ഈ ചെറുകിട പാർട്ടികൾ പണ്ട് 6 പാർട്ടികളൊക്കെയാണല്ലോ ഒരു മുന്നണി കണക്കെടുക്കുമ്പോണ്ടാവും. അങ്ങനെയുള്ള പാർട്ടികൾ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ വേറൊരു തരത്തിൽ നമ്മൾ ആലോചിച്ചാൽ അങ്ങനത്തെ പാർട്ടികളൊക്കെ പതുക്കെ ഡിക്ലൈനിങ് ആണല്ലോ. അതെ അതെ. ഇപ്പോൾ തന്നെ ഇപ്പൊ PC ജോർജിന്റെ പാർട്ടി എന്താ? അതെ അതെ. നമ്മൾ ചോദിച്ചു വരുമ്പോ നമുക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ തന്നിട്ടില്ല. പക്ഷെ PC ഒക്കെ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? രാഷ്ട്രീയമില്ല PC. നിലപാടില്ല, രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ ഐഡിയോളജി ഇല്ല. ഇങ്ങനെ അങ്ങ് പോവാന്നുള്ളത് കുഞ്ഞിന് ഒരു 3 മാസത്തിനിടയിൽ 3 മുന്നണിയിൽ കയറുക എന്നൊക്കെ പറഞ്ഞാലേ എന്ത് തരം രാഷ്ട്രീയമാണ്? അത്തരത്തിലൊന്നും ഇനി നിലനിൽപ്പില്ല. കാരണം കുറച്ചുകൂടെ ആളുകൾ രാഷ്ട്രീയമായ അത്തരത്തിലൊക്കെ ആലോചിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എല്ലാവരും പോകുന്നു, നാട്ടിൽ നിന്ന് പോകുന്നു, അതുകൊണ്ട് രാഷ്ട്രീയം മരിച്ചു പോകുന്നു, അതൊന്നും വിശ്വസിക്കാത്ത ആളാണ് ഞാൻ. അങ്ങനെയൊന്നുമല്ല. കേരളത്തിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പക്ഷെ ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയം. അതുണ്ടായേ പറ്റൂ. അതല്ലാതെ ഒറ്റയ്ക്ക് ഇനി ഒരു നിലനിൽപ്പ് വൈകാതെ തീർന്നു പോകും. അല്ലെങ്കിൽ വേറൊരു ശക്തി കടന്നു വരും. ആ ശക്തിയെ ഇവർക്ക് ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന BJP എന്ന് പറയുന്ന ശക്തിയെ ചെറുക്കണമെങ്കിൽ അല്ല എന്താ ഓപ്ഷൻ? അപ്പൊ അത് തന്നെ സംഭവിക്കണം. അല്ലാത്തടത്തോളം കാലം ഒന്നും ചെയ്യാൻ പറ്റാൻ പോകില്ല. ഇന്ത്യയിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഈ മൂല്യച്യുതിയുടെ തുടർച്ച ഇപ്പൊ ഒന്നും വേറിട്ട് നിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. പൊളിറ്റിക്സ് ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ. ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിലും മൂല്യച്യുതിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം പുളിക്കേട്ടനാണെങ്കിൽ മാധ്യമപ്രവർത്തനം മുഖ്യധാര മാധ്യമപ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടുന്ന് മാറിയത്? അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിക്കലുണ്ടാവും. അത് അല്ല, മൂല്യശോഷണം എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ഒന്നാമത്തെ കാര്യം ഒരു ബേസിക് സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രീയക്കാരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന തലത്തിൽ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ തന്നെ പത്രപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ പോലും അങ്ങനെ വരുന്നവർ ആ തലത്തിലേക്ക് ഉയരാൻ പറ്റുന്ന നിലവാരത്തിലുള്ള കുട്ടികളുടെ കുഴപ്പമാണെന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതും അത്തരത്തിലുള്ളൊരു ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, മധു പ്രസ് അക്കാഡമി പഠിച്ചതാ അല്ലേ, മീഡിയ അക്കാഡമി പഠിച്ചത്, ഞാനും മീഡിയ അക്കാഡമി. നമ്മളുടെ കാലത്ത് കിട്ടിയിരുന്ന ഒരു ട്രെയിനിങ് ആണോ ഇപ്പൊ കിട്ടുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലേ? അങ്ങനെ നമുക്ക് കാണാം. കാരണം നമ്മൾ രണ്ടുപേരും ഒരുപാട് ഇന്റർവ്യൂ ബോർഡിൽ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ കൊണ്ട് അത് വേണ്ട, ഇതൊരു പ്രകടനം മാത്രമാണ് എന്നൊരു തോന്നൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അത് പക്ഷേ മാധ്യമ പ്രവർത്തനത്തിന് ആത്യന്തികമായ ആപത്താണ്. അത് നമ്മൾ പലയിടത്തും കാണാം. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോറി ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രോഗ്രാമുകളില്ല. ഈ പ്രോഗ്രാമുകളായിരുന്നല്ലോ എപ്പോഴും ഒരു അതിന്റെ ഒരു തൂവൽ സ്പർശം എന്ന് പറയുന്നത് ചാനലുകളിലേക്ക് ഒരു പ്രോഗ്രാം. അത്തരം പ്രോഗ്രാമുകൾ എവിടെ പോയി? ആ പ്രോഗ്രാമുകൾ കൊടുക്കാൻ ഒരു ചാനലിന് ഒരു വിശ്വാസമില്ലാതായി. മനസ്സിലായോ? എന്തെങ്കിലും ഒരു സാധനം ഇത് രാവിലെ നമ്മൾ നേരത്തെ തുടങ്ങുന്ന ലൈവുകൾ വൈകുന്നേരം വരെ പോകുന്ന അത് കച്ചവടം എന്നൊക്കെ ഉള്ള ആംഗിളിൽ ചിലപ്പോൾ ഇന്നത്തെ പത്രപ്രവർത്തനം ശരിയായിരിക്കും. അത് നമ്മൾ അതിനെ എതിർക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്ന് പിന്നെ അതിനെ വിളിക്കരുത്. അത് മാത്രമേ അതിനകത്ത് പ്രശ്നമുള്ളൂ. അപ്പം നമ്മളുടെ രാഷ്ട്രീയവും നമ്മളുടെ താല്പര്യങ്ങളും മാത്രം പറയുന്ന ഒരു തലമായി മാറിയാൽ ഇതിന് ദോഷമായിട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമാകാം, മാധ്യമപ്രവർത്തകർക്കൊക്കെ രാഷ്ട്രീയം വേണമെന്ന് വിശ്വസിക്കുന്നതാണ്, അതൊക്കെ ആകാം. പക്ഷെ ജനങ്ങളെ ഇൻഫോർമേറ്റീവ് ആക്കാനാണെങ്കിൽ നമുക്കത് പറ്റാതെ വരും. അവിടെയാണ് ഇതിൻ്റെ അത് പ്രശ്നം ഉണ്ടാകുന്നത്. അവരുടേതായ കുറച്ച് പ്രേക്ഷകരെ ഉണ്ടാക്കി നിർത്തി എന്നുള്ളതിനപ്പുറം. അപ്പൊ അത് നമുക്ക് റേറ്റിംഗിന്റെ കഥയൊക്കെ നമ്മൾ വിശദമായി പറയാൻ ഒരു ചർച്ചക്കുള്ള വകുപ്പുണ്ടല്ലോ. റേറ്റിംഗ് എന്താണെന്നും ഞങ്ങൾ റേറ്റിംഗിൽ മുന്നിലാണെന്നും രണ്ടാമതാണെന്നും മൂന്നാമതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരി വരുമല്ലോ. എന്താണ് ഈ റേറ്റിംഗ്, എത്ര ആളുകൾ കണ്ടതിനെ കുറിച്ചാണ് ഈ പറയുന്നത്? ഇതൊക്കെ നമുക്ക് സത്യാവസ്ഥ അതാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ നന്നായി കാണുന്ന റേറ്റിംഗിലൊന്നും ഇല്ലാത്ത ചാനലുകളിലെ പ്രോഗ്രാമുകൾ നല്ല പ്രോഗ്രാം ആയിരിക്കും ഇല്ലേ, ഇതിൽ കൂടുതൽ ആളുകൾ കാണുന്നുണ്ടാവും. പക്ഷെ റേറ്റിംഗ് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഡിഷിന് കൊടുക്കാനുള്ള കാശ് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് പ്രശ്നമാണ് യഥാർത്ഥത്തിൽ. അത് എനിക്ക് തോന്നുന്നു പണ്ട് EMS ഉള്ള കാലത്ത് പറയുമായിരുന്നു, പത്രഭാഷ ഏകീകരിക്കണം. ഓരോ പത്രത്തിലും ഓരോ ഭാഷ എന്നുള്ള രീതിയിൽ വരുന്നതിന് പകരം കുട്ടികൾ പഠിക്കുന്ന ഭാഷ, വിദ്യാർത്ഥികളുടെ ഭാഷ, സ്കൂൾ ഭാഷ, പത്രഭാഷ ഇതെല്ലാം ഏകീകരിക്കണമെന്ന്, ഭരണഭാഷ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. അതുപോലെ തന്നെ ഈ പത്രങ്ങൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ എല്ലാം കൂടെ ഒരു തീരുമാനം എടുക്കാതെ ഇതിനൊന്നും സംഭവിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോൾഡായിട്ടൊരു മാധ്യമം അതിന് തയ്യാറാകണം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എത്ര അരമണിക്കൂർ സ്ലോട്ടുകൾ പ്രോഗ്രാം ആയിരുന്നു ഇല്ലേ, ഒരൊറ്റ പ്രോഗ്രാമായിട്ട് ഇപ്പൊ നമുക്ക് കാണാനില്ല. ഇല്ല. അതിൻ്റെ ഒപ്പം തന്നെ ഈ വലിയ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്ന ഒന്ന് വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്ക് വരുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ കൂടി ഉള്ളതുകൊണ്ട്
ആ വ്യാജ വാർത്ത ആരെയാണോ ബാധിക്കുന്നത് അവരുടെ സംഘം അത് പൊളിച്ചെടുക്കും. തൊട്ടടുത്ത് പിന്നാലെ മറ്റൊരു വിഭാഗത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ. അതെ അതെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഇത് അതിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ അതിൽ നിന്നും മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്നില്ല. അതും അതിന്റെ എക്സ്ട്രീം എന്താണെന്നറിയോ, ഒരാൾ മരിച്ചു എന്ന് വാർത്ത കൊടുക്കാൻ മടിയില്ലാത്ത ആളുകളായി നമ്മൾ മാറി. മനസ്സിലായില്ലേ? ആദ്യം കൊടുക്കുക എന്ന എന്തോ മെച്ചം. എല്ലാ വീട്ടിലും 8 TV ഇല്ലാന്ന് ഞാൻ എപ്പോഴും പറയും. ഈ കേരളത്തിലുള്ള എല്ലാ ചാനലുകളും വെച്ചുകൊണ്ടിരിക്കുന്ന TV ഒരു വീട്ടിലില്ലല്ലോ. ആദ്യം കൊടുത്തോ രണ്ടാമത് കൊടുത്തോ എന്നുള്ളതല്ല, ആള് മരിച്ചോ എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് വലിയ പ്രതിസന്ധിയാണ്. നമുക്കറിയാമല്ലോ, ഒരു ചെക്ക് ചെയ്യാതെ ഒരു വാർത്ത പോലും കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു കാലം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ അതൊക്കെ ഞങ്ങളുടെ കാലത്തെ ഉദാത്തമാണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അത് ഉദാത്തമാണ് എക്കാലത്തും. നമ്മുടെ കാലത്തൊന്നോ അവരുടെ കാലത്തൊന്നോ ഇപ്പോഴത്തെ കാലത്തൊന്നോ അല്ല, അത് ഉദാത്തമാണ്. ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു ആധികാരികതയും അത് ക്രോസ് ചെക്ക് ചെയ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് കൊടുക്കുക എന്നുള്ള ഒരു സാമാന്യബോധം, അതും ജേർണലിസം അല്ല, ഒരു സാമാന്യ. അത് നമ്മളിപ്പോ എത്ര എണ്ണം കൊണ്ട് മരിച്ച എത്രയോ പേരുടെ പണ്ടും ഉണ്ടായിട്ടുണ്ട്, വളരെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റിൽ തന്നെ JP യുടെ ഒക്കെ പ്രഖ്യാപിച്ച ചരിത്രം. പക്ഷെ അതൊക്കെ സാന്ദർഭികമായി ഉണ്ടായ ചില തെറ്റുകളാണ്. അതല്ലാതെ ഇത് നിരന്തരം പിന്നെ ആളുകൾ ഇഷ്ടമില്ലാത്തവൻ മരിച്ചു എന്ന് പോസ്റ്റ് ഇടുക, അല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹ്യൂമൻ വാല്യൂ ഉണ്ടല്ലോ, അതിന് മധു എത്രയൊക്കെ വന്നാലും നമ്മളുടെ മക്കൾ ചോരയെ പേടിയില്ലാത്തവരായി മാറിയാലേ അതൊരു പ്രശ്നമല്ലേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുഴപ്പം അറിവില്ലായ്മയുടെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് പ്രശ്നമാണ്. ചോരയെ ബഹുമാനമില്ലാതിരിക്കുക, മരണത്തെ ബഹുമാനമില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നത് എന്താ, പൊതുസമൂഹത്തിൽ കാണുന്നത് എന്താ, ഇന്നലെ വരെ പച്ച ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയക്കാർ പിറ്റ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതുപോലൊരു മഹാനെ കേരളം കണ്ടിട്ടില്ല എന്ന് പറയാനുള്ള ഞാൻ ഇതിന്റെ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അത് ഭയങ്കരമല്ലേ ശരിക്കും. അതാണ് ഇതിന്റെ അകത്തൊക്കെ വരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരം ഇതിന്റെ കൃത്യതയില്ലായ്മ, ഈ പറഞ്ഞ വ്യാജ വാർത്തകൾ വരുമ്പോഴൊക്കെ എന്തുകൊണ്ടാണ് ഇത്ര തിരക്കാർക്കാണ്. എന്നാലും പിന്നീടൊന്ന് കറക്റ്റ് ചെയ്ത് ഇനി അങ്ങോട്ട് അങ്ങനെ ആവാൻ വിചാരിക്കുന്നില്ല. അതൊന്നും അങ്ങനെ ഒരു ചിന്തകളേ ഇല്ലല്ലോ. ഇപ്പൊ നമ്മള് ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ യഥാർത്ഥ ഈ ക്രൈം അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ യഥാർത്ഥ വസ്തുത കാണിക്കുന്ന എത്ര പ്രോഗ്രാമുകളുണ്ട്. അന്ന് രാത്രി 9 മണിക്ക് തന്നെ അത്തരം പ്രോഗ്രാമുകൾ ഉണ്ടാകണമെന്ന് രാവിലെ തന്നെ ചട്ടം കിട്ടുന്നതായിരുന്നു കാലം. കാരണം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻ ഇതെന്താണ് എങ്ങനെയാണ് എന്ന് പറയാനായിട്ട് അതൊന്നും നടക്കുന്നില്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മൂല്യച്യുതിയുടെ ഒരു ഭാഗമായിട്ട് വരും. ഈ അത്തരത്തിൽ ശ്രദ്ധ പോകാതിരിക്കുക എന്നുള്ളത്. ഇപ്പം ഈ പത്രങ്ങളുടെ കാര്യം നമ്മൾ പറയാറുള്ളത്, ചാനൽ വന്നപ്പം പത്രം ഇപ്പോൾ പൂട്ടിപ്പോകുന്ന പറയാറുള്ളത്. പത്രം സർക്കുലേഷനിലൊക്കെ കുറവുണ്ടെങ്കിലും ആളുകൾ വായിക്കുന്നതിൽ കുറവുണ്ടെങ്കിലും തട്ടിമുട്ടി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ചാനലുകളുടെ ഇപ്പോൾ റേറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊതു ചർച്ചകളിലുള്ള സർവേകളൊക്കെ ആയിക്കോട്ടെ, ചാനലുകളിൽ നിന്നും പിന്മാറി സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്ന അവസ്ഥയുണ്ട്. ഇപ്പം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ മാധ്യമ രംഗത്ത്? അല്ല, ഇതങ്ങ് കീഴടക്കാൻ പോവാണല്ലോ എന്തായാലും സോഷ്യൽ മീഡിയ. ഇപ്പൊ മധുവിന് അറിയാലോ, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കിയിട്ടല്ലേ മധുവിന് ആള് വരുന്നത് ഇന്റർവ്യൂവിന്. ആണേ, ചാനലിൽ നമുക്ക് അളക്കാൻ പറ്റുമോ എത്ര പേര് കണ്ടു, ഏത് കണ്ടു എന്നെങ്ങനെ? ഈ ആഴ്ചയിൽ പറയുന്ന ഈ റേറ്റിംഗ് അല്ലേ, അത് എത്ര പേര് കണ്ടിട്ടാന്ന് ഏതെങ്കിലും ചാനലുകൾ പറയുന്നുണ്ടോ? ഇല്ല. ഇത്ര വയസ്സിനിടയിൽ ഇത്ര വയസ്സെന്നൊക്കെ ഒരു സാങ്കല്പിക മാനമാണ് അതൊക്കെ. ഇതല്ല, ഒരു ഇന്റർവ്യൂ ഇത്ര പേര് കണ്ടു. ഇപ്പൊ മധുവിന്റെ ഏറ്റവും ഒടുവിലെ KT ജലീലിന്റെ ഇന്റർവ്യൂ ഇപ്പൊ ഏതാണ്ട് 1,06,000 പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാ അറിയുന്ന? ആളുകൾക്ക് അറിയാം ഇത്രയും പേര് കാണുന്നു. ആ അറിവ് വെച്ചിട്ട് ആണല്ലോ ആളുകൾ ഇതിന്. ഇപ്പം സിനിമാ നടന്മാര് പോലും ഓപ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആയില്ലേ. പണ്ട് ചാനലിൽ വരണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ സിനിമ പ്രൊമോഷൻ ചർച്ചകൾ പോലും സോഷ്യൽ മീഡിയയിലേക്ക് മാറും. അപ്പൊ ഇത് ടോട്ടൽ ഒരു ഡിക്ലൈന്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാലോ, ചാനലുകൾ എങ്ങനെയാ ഇപ്പൊ വരുമാനം ഉണ്ടാക്കുന്നത്? സോഷ്യൽ മീഡിയ വഴി. ചർച്ചകൾ കട്ട് ചെയ്തിടുന്ന പ്രത്യേക വിചിത്രമാണ്. CPM-മാർക്ക് ഇഷ്ടമുള്ളത് ഒരു കഷ്ണം, BJPക്ക് ഇഷ്ടമുള്ള ഒരു കഷ്ണം, അവരവരുടെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അത് നടക്കുന്നുണ്ട്. അപ്പൊ അതും സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് നോക്കിയാല് ഇപ്പൊ നമ്മള് ചാനലുകളെക്കാൾ കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇത് ഇപ്പൊ നാളെ തീർന്നു പോവുക, ചാനൽ മരിച്ചു പോകുമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. അതൊക്കെ സംഭവിക്കുന്ന കാര്യമില്ല. 50 വർഷത്തിന് മുമ്പേ പത്രങ്ങൾ ഉണ്ടാവില്ല എന്ന് നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പത്രത്തിലുള്ളതാണല്ലോ. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കും. പിന്നെ വൈവിധ്യവൽക്കരണം. അതെ, ഈ എന്തൊക്കെയാണേലും നമ്മള്
പുസ്തക വായനയൊക്കെ കൂടുന്നുണ്ടെങ്കിലും ഈ ഡെയിലി വായന എന്ന് പറയുന്നത് തീരാണ്. പുസ്തകം മരിക്കുന്നത് ചർച്ചയ്ക്കൊന്നും അടിസ്ഥാനമില്ല. പുസ്തകമൊക്കെ നന്നായി വിറ്റ് പോകുന്നുണ്ട്, ആളുകൾ വായിക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടാലറിയാം. പക്ഷെ ഇത് സംഭവിക്കുന്നുണ്ട്. അത് പത്രങ്ങൾ വരുത്തുന്ന വീട്ടുകളിൽ തന്നെ ആളുകൾ വായിക്കുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. അത് പത്രത്തിനൊക്കെ ഭാവിയിൽ ഒന്ന് പേടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. അതിന് വീക്കിലികളുടെ എണ്ണം നമ്മൾ വായിച്ചിരുന്ന, ഇപ്പം പണ്ട് നമ്മൾ വളരെ മഹത്തരമെന്ന് കരുതി എല്ലാവരും വായിച്ചിരുന്ന, അല്ലെ വായിച്ചില്ലേ കുറച്ചിലായിരുന്നു എന്ന് കരുതിയിരുന്ന സാധനങ്ങളുടെ ഒക്കെ ഇപ്പൊ സർക്കുലേഷൻ അന്വേഷിച്ചാൽ നമുക്ക് തന്നെ കരുത്ത് സങ്കടം വരും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ബാക്കി സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടെങ്കിലും ഉള്ളടക്കത്തിന്റെ കാര്യത്തില് പുതിയ തലമുറയോട് സംവദിക്കുന്നില്ല. ഇതൊന്നും ഇല്ല, അതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല. പത്രങ്ങളായാലും ചാനലുകളായാലും ഒരു പാരമ്പര്യ രീതിയിൽ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. പുതിയ തലമുറ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ചിത്രം കാണിച്ചിട്ട് യേശുദാസ്, MG ശ്രീകുമാർ, വേടൻ 3 പേരുടെ ചിത്രം കാണിച്ച ഒരു ചെറിയ കുട്ടിയോട്, 4 വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി ഈ 2 പേരുടെയും പേര് പറയുന്നില്ല, വേടന്റെ പേരാണ് പറയുന്നത്. പുതിയ തലമുറയിലേക്ക് എത്തുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന ആശയങ്ങളുമായി സംബന്ധിച്ച് അവരെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഈ മാധ്യമങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്നില്ല. ഇല്ല, അതുണ്ടാവുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് മാതൃഭൂമിയില് നല്ല വാർത്ത എന്ന് പറയുന്നൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്. നല്ല വാർത്ത എന്ന് വെച്ചാൽ ഹ്യൂമണിന്റെ സ്റ്റോറീസ് എല്ലാം കൂടെ ചേർത്തിട്ട് അത് പ്രൈം ടൈമിലായിരുന്നു ആദ്യം. അതിനുശേഷം അത് ടൈം മാറ്റി, അങ്ങനെ ടൈം മാറ്റി പോയി. എന്തായിരുന്നു അറിയോ കാരണം? ഈ സോക്കോൾഡ് റേറ്റിംഗ് അതിനില്ലായിരുന്നു. പക്ഷെ അതേസമയം ക്രൈം വാർത്തകൾക്ക് നല്ല റേറ്റിംഗോ. മനസ്സിലായോ? ഇതിന്റെ നേരത്തെ പറഞ്ഞതിന്റെ ഒരു വാങ്ങലാണ് ഇതെല്ലാം. നമുക്ക് അവസാനം ആ പ്രോഗ്രാം തന്നെ നിർത്തുക ചെയ്തത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരുപാട് പേര് കാണുന്നുണ്ടായിരുന്നു. ആളുകളുടെ കൗതുകമുള്ള സാധനങ്ങളല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് പിന്നെയും അത് പറഞ്ഞ ഈ സെഗ്മെന്റിനെ, ഈ ആളുകളെ കുറച്ചെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിലൂടെ രക്ഷപ്പെടുന്ന ആളുകൾ, അത്തരം സാധനങ്ങൾ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കൃത്രിമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനൊക്കെ ഉള്ള ഒരു വേദിയായി സോഷ്യൽ മീഡിയ മാറുന്നുണ്ടോ എന്നുള്ളത് ശരിയാണല്ലോ. ചാനലുകൾ എപ്പോഴും ഫെയിമുള്ള ആളുകളുടെ പിന്നാലെ പോയപ്പോൾ സോഷ്യൽ മീഡിയ സാധാരണക്കാരനും അവന്റെ ഇടമാണ് ഇത് എന്നൊരു തിരിച്ചറിവ് കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ഇപ്പൊ സംഭവിക്കുന്ന 2 എക്സ്ട്രീമിലേക്ക് പോവാണ്. പഴയത് ഇങ്ങനെ പഴയതായിക്കൊണ്ടിരിക്കുക, പുതിയതായിക്കൊണ്ടിരിക്കുക. ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ചിട്ടുള്ള അതാണ് ചാനലുകൾക്കും പത്രങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന കുഴപ്പമടയാണ്. പത്രവായനയിൽ തന്നെ ഇല്ലാതാവുന്നു, ചാനലുകളിൽ അവർക്ക് വേണ്ടതൊന്നും ഇല്ലാതാവുന്നു. അപ്പൊ ഇപ്പൊ 9 മണി ചർച്ച എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് ഒരു ഭയങ്കരമായ പരസ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമിംഗ് എന്നുള്ളതിനപ്പുറത്തേക്ക് അത് കാണുന്നത് എങ്ങനെയാണ്, എത്ര പേരാണ് എന്നൊക്കെ ഉള്ളത് ഒരു വലിയ പ്രശ്നമല്ലേ. അത് ഒരേ ആളുകൾ ഒരേ സമയത്ത് വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകൾ, അത് ആണവ യുദ്ധമുണ്ടായാൽ PC ജോർജിനെ വിളിക്കുന്ന ഒരു ലൈനിലേക്ക് അതിനെ മാറ്റി. അതാണ്. അപ്പൊ കുട്ടികൾ, പുതിയ തലമുറ എന്താ ആഗ്രഹിക്കുന്നത്? അവരെ എക്സ്പേർട്സിനെ തേടുന്നവരാ. ആ വ്യത്യാസമുണ്ട് ഭയങ്കരമായിട്ട്. അതിലിപ്പോ ആദ്യം ഒരാളെ അവതരിപ്പിക്കുമ്പോൾ റേറ്റിംഗ് ഉണ്ടാവണമെന്നില്ല, അവർ എക്സ്പേർട്സിനെ തേടുക ഈ വിഷയത്തെ കുറിച്ച് ഇന്ന ആൾ. കാരണം അല്ലെങ്കിൽ അവർക്ക് അതിലും വലിയ കാര്യങ്ങൾ യൂട്യൂബിൽ കിട്ടും, അവരല്ലേ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പൊ അവരതാണ് തേടുന്നത്. ആ തേടുന്നതൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്ന് വരുമ്പോഴത്തേക്കുള്ള പേഴ്സൻ്റേജ് ഇതിൻ്റെ അകത്തുണ്ട്. അത് ഈ രാഷ്ട്രീയ ചർച്ചകളുടെ കാര്യത്തിൽ, രാഷ്ട്രീയ ചർച്ചകൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നല്ലേ, ഇത് പരസ്പരം ഇങ്ങനെ ആരോപണങ്ങൾക്കപ്പുറേ കുറെ ചീത്ത പറയാ. അപ്പൊ പല ആങ്കർമാരും നിശബ്ദരായി ഇരുന്ന് കൊടുക്കുക, സംഘർഷ സാധ്യത ഉണ്ടാക്കി അതപ്പം മനസ്സിൽ പോകുന്ന ഇത് യൂട്യൂബിൽ കട്ട് ചെയ്യാൻ വിറ്റ് പോകും എന്നുള്ള തരത്തിലേക്ക് മാറുകയല്ലേ. നമുക്ക് എന്തായാലും ഒരു നല്ല കാലം വരുന്നു വിചാരിക്കാം. അല്ല, അതിൽ എനിക്ക് ഒരു കാലത്തും അങ്ങനെ തോന്നിയിട്ട് സംശയമില്ല. അത് രാഷ്ട്രീയത്തിലായാലും മതപരമായിട്ട് പോലും ഇത്തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാകുന്നുണ്ട്. മതത്തിൽ നിന്ന് തന്നെ പരിവർത്തനം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഉണ്ടായേ പറ്റൂ, അതുണ്ടാവും. കാലം അതാണ് നമ്മളോട് പറയുന്നത്. നല്ല കാലം തന്നെയാണ് വരുന്നത്. അതിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഇത്ര നേരം സംസാരിച്ചതിന് വളരെ സന്തോഷം. താങ്ക് യു. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.